മുടി വെട്ടാൻ ബംഗാളിന്റെ മുന്നിൽ ഇരിക്കുന്ന പോലെ ഒരു ഇരുത്തം ഈ ബിസിനസ്സിൻ്റെ അകത്ത് 5 കൊല്ലം ഇരുന്നാൽ ലക്ഷാധിപതിയും കോടീശ്വരനാവുന്ന ബിസിനസ്സിന്റെ പേരാണ് മൈലേജ് മാർക്കറ്റിംഗ്. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. പകരം ഈ ബിസിനസ്സിൻ്റെ അകത്ത് വിജയിച്ച ആളുകൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ഭാവി ഈ ബിസിനസ്സിലുണ്ട് എന്നുള്ളതാണ് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പഠിച്ചത്. അങ്ങനെ ഒരുപാട് ആളുകളെ മുന്നിൽ ബംഗാളിനെ പോലെ ഞാൻ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് 22 കോടി പേർനേച്ചുള്ള ഏതാണ്ട് ഒരു 3.25 കോടി രൂപ വരുമാനം വാങ്ങിയ ഒരു ലീഡറായിട്ട് ബിസിനസ്സിൻ്റെ അകത്ത് ഞാൻ മാറി എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ മുന്നിൽ ഇരുന്നൂടാത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇവരാരും നമ്മളെ ഒന്നും നഷ്ടപ്പെടുത്തി കൊണ്ടുപോകുന്നില്ലല്ലോ. നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആത്മാർത്ഥമായി നിൽക്കുകയല്ലേ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അക്കാഡമിക് വിദ്യാഭ്യാസം നമ്മൾ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിൽ ആർജിച്ചെടുക്കണം. നിങ്ങൾ ഏത് മേഖലയിൽ കരുത്തുള്ള ആൾക്കാരാണെങ്കിലും ഈ മേഖല പുതിയതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുമ്പോൾ മാത്രമേ ഈ രീതിയിലുള്ളൊരു മാറ്റം നിങ്ങൾക്ക് വരൂ എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഇൻ്റലക്ച്വൽ ബിലീഫ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി അറിവോടുകൂടി ഉണ്ടാകുന്ന വിശ്വാസം. 2 എക്സ്പീരിയൻസ് ബിലീഫ്, അനുഭവങ്ങളിലൂടെയുള്ള പഠനം. അത് നമുക്ക് പ്രോഡക്റ്റിലായാലും അതേപോലെ ബിസിനസ്സിലാണെങ്കിലും റെക്കഗ്നൈസേഷൻ ആണെങ്കിലും ചെറിയ ചെറിയ റാങ്കുകൾ കിട്ടുന്നത് അംഗീകാരങ്ങളാണെങ്കിലും അത്തരത്തിലുള്ള ചെറിയ ഘട്ടഘട്ടമായി ഉണ്ടാകുന്ന ഒരു വളർച്ച ഈ ബിസിനസ്സിന് ആവശ്യമായ ഒരു വളർച്ചയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡോക്യുമെൻ്റൽ ബിലീഫാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ്സിൻ്റെ അകത്ത് എന്താണോ ആളുകൾ എതിർക്കുന്നത്, നീ ഈ ബിസിനസ്സിൽ വിജയിക്കില്ല, അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ നമുക്ക് കാര്യമായ ഒരു മാറ്റം ഈ ബിസിനസ്സിൽ വരില്ല എന്നൊക്കെ നമ്മളെ മുന്നിൽ നിന്ന് പറഞ്ഞ ആളുകളെ മുന്നിൽ വിജയിച്ച് അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്ന ഇടത്താണ് ഈ ബിസിനസ്സിൻ്റെ വേറൊരു ഭാവി കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു മാറ്റം നമുക്ക് ഈ ബിസിനസ്സിൽ ആവശ്യമാണ്. ഈ മാറ്റത്തിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ബിസിനസ്സിൻ്റെ അകത്ത് അടിസ്ഥാനപരമായ മറ്റുള്ള ആളുകളെ കളിയാക്കലിന് മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ നെഗറ്റീവ് കമൻറ്റുകൾക്ക് മുന്നിൽ നമ്മൾ തളർന്നു പോകാതിരിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യമായ ഒരു മാറ്റം നമ്മളുടെ സ്വഭാവത്തിലും നമ്മുടെ ഈ പറയുന്ന ബിസിനസ്സിനകത്ത് നമ്മൾ കൊണ്ടുവരാൻ പറ്റണം. അതുകൊണ്ട് നിരന്തരമായ ട്രെയിനിങ്ങുകൾ, നിരന്തരമായ മീറ്റിങ്ങുകൾ, നിരന്തരമായ പ്രവർത്തനങ്ങളാണ് ഈ ബിസിനസ്സിൻ്റെ അകത്ത് നിങ്ങളെ സ്റ്റിക്ക് ഓൺ ചെയ്യാനും ആ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങളെ വിജയിപ്പിക്കാനും തയ്യാറാവുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാനൊന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഈ ബിസിനസ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് അടിസ്ഥാനപരമായി ഉണ്ടാക്കിയെടുക്കേണ്ട കുറച്ച് കാര്യത്തെപ്പറ്റി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ഒന്ന്, നല്ല എനർജിയോട് കൂടി ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ് മൈലേജ് മാർക്കറ്റിംഗ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എനർജി ഉണ്ടാക്കുക? നമുക്ക് കുറച്ച് എനർജി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ആന്തരികമായ ശരീരത്തിൻ്റെ അകത്ത് കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെ എനർജി, അല്ലേ? പക്ഷേ മൈൻഡിൻ്റെ എനർജിനെ പറ്റി ഞാൻ പറയുന്നത് ഫിസിക്കൽ എനർജിയെ പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി എനർജിയെ പറ്റിയല്ല പറയുന്നത്, മനസ്സിൻ്റെ എനർജീനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ വീട്ടിൽ നിങ്ങളിന്ന് രാവിലെ എഴുന്നേറ്റ പാട് തന്നെ നിങ്ങളുടെ റൂമിലെ ഒരു ലൈറ്റ് നിങ്ങൾ ഓൺ ചെയ്ത സമയത്ത്, ആ സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് ആ സ്വിച്ചിലൂടെ ഒരു എനർജി പാസ് ചെയ്തിട്ടുണ്ടാവും. ആ എനർജിയാണ് നിങ്ങൾക്ക് അതിൻ്റെ ബന്ധപ്പെട്ട് നമുക്ക് മാറിയത്. അതേപോലെ മൈലേജ് മാർക്കറ്റിംഗ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നും രാവിലെ എഴുന്നേറ്റ് ഈ സ്വിച്ച് മോഡ് ഒന്ന് ഓൺ ചെയ്യണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് ഈ മോർണിംഗ് മീറ്റ് നിങ്ങളുടെ സ്വിച്ച് മോഡ് ഓൺ പ്രാപ്തരാക്കുന്നുണ്ടാവും. അപ്പോൾ നിരന്തരമായി ഈ മോർണിംഗ് മീറ്റ് കേൾക്കുന്ന സമയത്ത് എനർജി നിങ്ങൾ കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു മോർണിംഗ് മീറ്റ് അറ്റൻഡ് ചെയ്താൽ, ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ, ആത്മവിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ നിർബന്ധമായി ചെയ്യേണ്ടത് വർക്ക് മോഡിലേക്ക് മാറ്റണം. നിങ്ങൾ പ്രവൃത്തിയിലേക്ക് മാറണം. പക്ഷെ അവിടെയാണ് നിങ്ങൾ ഭൂരിഭാഗം ആളുകൾ പരാജയപ്പെടുന്നുണ്ടാവുക. ആ പ്രവൃത്തിയിൽ പരാജയപ്പെടാനോ അല്ലെങ്കിൽ ഈ ആത്മവിശ്വാസം കിട്ടാതിരിക്കാനുള്ള കാരണത്തെപ്പറ്റി നിങ്ങൾ പഠിക്കണം. എന്തായിരിക്കും? 2 കാരണങ്ങളായിരിക്കും. ഒന്ന് അറിവില്ലായ്മയായിരിക്കും, 2 കഴിവില്ലായ്മയായിരിക്കും. അപ്പോൾ എൻ്റെ ചോദ്യം എത്രയേ ഉള്ളൂ, അറിവും കഴിവും ഉണ്ടാക്കിയാൽ മൈലേജ് മാർക്കറ്റ് രക്ഷപ്പെടുന്ന ഉറപ്പുണ്ടെങ്കിൽ അതങ്ങ് ഉണ്ടാക്കിയാൽ പോരെ? അന്നാലോചിച്ച് നോക്കിയേ. ക്ലിയർ ആവുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ എവിടെയോ ഒരു മാനസികമായ ഒരു മൈൻഡ് ബ്ലോക്ക്, അതല്ലെങ്കിൽ ആ മാനസികമായ നമുക്കിത് വേണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്താഗതി. അതുകൊണ്ട് ഒരു ദീർഘവീക്ഷണം വേണം, വ്യക്തമായൊരു ഗോൾ വേണം, ടാർഗറ്റ് വേണം. ഞാൻ എന്തിന് ഈ ബിസിനസ് ചെയ്യുന്നു, വൈ എന്ന് പറയുന്ന ഒരു ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റണം. ഈ കടബാധ്യതകൾ തീർക്കാനാണോ, അതല്ലെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ അകത്ത് എനിക്ക് കാറ് വാങ്ങാനാണോ, വീട് വെക്കാനാണോ, അല്ലെങ്കിൽ നല്ല ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കാനാണോ, ഒരു ലീഡർഷിപ്പ് ഉണ്ടാക്കാനാണോ, ഒരു ട്രെയിനിങ് ഉണ്ടാക്കാനാണോ? ഇത്തരം ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ബിസിനസ് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അഥവാ തുടങ്ങിയിട്ട് ഇത് കിട്ടിയില്ലെങ്കിൽ, ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ എത്രയും വേഗം ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ട്രെയിനിങ്ങിലൂടെയും മീറ്റിങ്ങിലൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതിനേക്കാൾ ബെറ്റർ. അല്ലാണ്ട് ഒന്നും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വെറുതെ സമയം പോക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൻ്റെ അകത്ത് പരാജയപ്പെട്ടവൻ്റെ പട്ടികയിലായിരിക്കും നിങ്ങളുടെ സ്ഥാനം, വിജയിച്ചതിൻ്റെ പട്ടികയിൽ വരൂല. ഈ ബിസിനസ് പരാജയപ്പെട്ട ആളുകളെ പോലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, ഇവനാരും മൈലേജ് മാർക്കറ്റ് എലമെന്റ്സ് വെൽനസിനെ പറ്റിയോ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓൺ പ്രൊഡക്റ്റിനെ പറ്റിയോ ആരും കംപ്ലൈൻറ്റ് പറയില്ല, ബിസിനസ്സിനെ പറ്റിയേ കംപ്ലൈൻറ്റ് പറയില്ല.
ആകെയുള്ള കുഴപ്പം അവർക്ക് ആ പറയുന്ന ബിസിനസ്സിനകത്ത് വിജയിക്കാനായില്ല. ഞാൻ കുറേ മെനക്കെട്ട് നോക്കി എനിക്കൊന്നും ആകാൻ പറ്റിയില്ല. എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായി ഒന്നും ചെയ്തിട്ടുണ്ടാകില്ല. അടിസ്ഥാനപരമായ ഒരു മാറ്റം അവനിൽ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പരാജയപ്പെട്ടവൻ്റെ വഴിയല്ല നിങ്ങൾ പോകേണ്ടത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിനകത്ത് ഒരു ഉദ്ദേശവും ലക്ഷ്യവും ഇല്ലാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ എവിടം വരെ പോകും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജീവിതത്തിൽ ഒരു ഉദ്ദേശവും ഇല്ല, ഒരു ലക്ഷ്യവും ഇല്ല, നിങ്ങൾ അയാളെയാണ് ഫോളോ ചെയ്യുന്നത്, നിങ്ങൾ എവിടം വരെ പോകും? ഇപ്പോൾ സൂം മീറ്റിംഗ് ആയതുകൊണ്ട് ചോദിക്കാൻ, നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് ഉത്തരം ഞാൻ തന്നെ പറയാം. ഒറ്റ സ്ഥലം വരെ പോകും, മാക്സിമം പോയ ശ്മശാനം വരെ പോകും. കാരണം എന്താണ്? ജീവിതത്തിൽ ഉദ്ദേശവും ലക്ഷ്യവും ഇല്ലാത്ത ഒരാൾ ആത്മഹത്യ ചെയ്യലാണ്, പിന്നെ എങ്ങോട്ട് പോകാനാണ്? ക്ലിയർ ആയോ? എന്ന് പറയുന്ന പോലെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു പറ്റം ആളുകൾ മൈലേജ് മാർക്കറ്റിൽ വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് തെറ്റായ മാർഗത്തിലൂടെ പോകുന്നത്? വിജയിക്കാൻ ആവശ്യമായ സ്ഥലത്തൂടെ നിങ്ങൾ പോയില്ലേ? എത്ര ആളുകളുടെ ജീവിതമാണ് നിങ്ങൾ മാറ്റിമറിക്കാൻ പോകുന്നത്? ആലോചിച്ച് നോക്കിയേ. ക്ലിയർ ആയോ? അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ? അവരൊക്കെ പരാജയപ്പെടുന്ന പട്ടികയിലേക്ക് പോകൂലേ? ഒരു ഘട്ടം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഞാൻ ഫോളോ ചെയ്ത കറക്റ്റായ മാർഗത്തിലൂടെയല്ല എന്ന് മനസ്സിലായാൽ എത്ര ആളുകളുടെ ലൈഫ് പോകും? അപ്പോൾ ഈ ബിസിനസ്സിനകത്ത് ഇങ്ങനെ ഒരു റിസ്ക് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിനകത്ത് വന്ന എല്ലാ ആളുകളും, നിങ്ങൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമായിക്കോട്ടെ വായിക്കാൻ അറിയാത്ത ആളുകളായിക്കോട്ടെ, അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം ഉള്ള ആളായിക്കോട്ടെ ഇല്ലാത്ത ആളുകളായിക്കോട്ടെ, നിങ്ങളെല്ലാം ഈ പ്രോപ്പർ സിസ്റ്റത്തെ ഒന്ന് ഫോളോ ചെയ്യണം. അപാരമായ ഒരു കഴിവ് കൊണ്ടല്ല നമ്മൾ ബിസിനസ്സിനകത്ത് രക്ഷപ്പെടുന്നത്. പകരം നമ്മൾ ആവശ്യമായ രീതിയിലുള്ള വിജയിച്ച ആളുകൾ പറയുന്ന ഒരു സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുമ്പോഴാണ് അതിനകത്ത് വിജയിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ എപ്പോഴും ഒരു എനർജിയോട് കൂടിയിരിക്കുക. അതിന് രാവിലെ നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ, പ്രാഥമികമായ കാര്യങ്ങൾ നമ്മൾ ഒരു ചിട്ടയോടുകൂടി ഒരു ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു മാനസികമായ ഒരുക്കം നിങ്ങളിലുള്ള ചിന്തയിലും പ്രവൃത്തിയിലും ബോഡി ലാംഗ്വേജിലൊക്കെ കൊണ്ടുവരിക. അതിനാവശ്യമായ ഡ്രസ് കോഡുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റുക. അതേപോലെ തന്നെ വർക്ക് മോഡിലേക്ക് നമ്മൾ കാര്യമായി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയും. ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടും നല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ആളെ കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ വേണ്ടെന്ന്, നിങ്ങൾ റീറ്റെയിലിംഗ് ചെയ്താൽ മതി. ആ ഉൽപ്പന്നത്തിലൂടെ നിങ്ങൾക്ക് ആരെങ്കിലും ഈ ബിസിനസ് കയറി വരും. അതുകൊണ്ട് എനിക്ക് മറ്റുള്ള ബെല്ലിസാറെ പോലെ ചെയ്യാൻ കഴിയൂല എന്ന് നിങ്ങൾ ആരും പരിതപിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അതിലൊരു പെർഫെക്ഷൻ കൊണ്ടുവരാൻ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഈ ബിസിനസ്സിനകത്ത് രക്ഷപ്പെടും. ക്ലിയർ ആയോ? ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീക്ക്നെസ്സിനെ പറ്റിയും നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ പറ്റിയും നിങ്ങൾക്കൊരു ധാരണ വേണം. എല്ലാവർക്കും വീക്ക്നെസ് ഉണ്ടോ? ശൈലേഷ് ബാലിന് വീക്ക്നെസ് ഉണ്ടോ? ശൈലേഷ് ബാലിന് വീക്ക്നെസ് ഉണ്ട്. ശൈലേഷ് ബാലിന് സ്ട്രെങ്ത് ഉണ്ടോ? ശൈലേഷ് ബാലിന് സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ ഞാൻ വീക്ക്നെസ് നോക്കാറില്ല, സ്ട്രെങ്ത്തേ നോക്കാറുള്ളൂ. പല ആളുകൾ നോക്കുക എന്താണ്? വീക്ക്നെസ് ആണ്. ചില ആളുകളോട് സംസാരിച്ചാൽ തന്നെ നെഗറ്റീവ് ആവും. അയ്യോ കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, പ്രാരാബ്ദം, എന്തൊക്കെയാണ് ഒരു 5 മിനിറ്റ് അയാൾ സംസാരിച്ച് കഴിഞ്ഞാൽ വരിക. പ്രതീക്ഷകളെ പറ്റി സംസാരിക്കാറുണ്ടേ, നമ്മളെ സ്ട്രെങ്ത്തിനെ പറ്റി സംസാരിക്കണ്ടേ. അപ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവ് മനോഭാവം നമ്മളിൽ കൊണ്ടുവരണ്ടേ. പാസ്റ്റ് ഈസ് പാസ്റ്റ്, പാസ്റ്റ് ഈസ് നോട്ട് എ പ്രസന്റ് പ്രോബ്ലം എന്ന് പറയാറുണ്ട്. കഴിഞ്ഞ കാലത്തെ പ്രശ്നങ്ങൾ ഇന്നത്തെ പ്രശ്നമായിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത് അത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ പോളിഷ് ചെയ്ത് മെരുക്കി അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കണം. അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിക്കണം. അതുകൊണ്ട് നിങ്ങളെ പറ്റി നിങ്ങളൊന്ന് ഇരിക്കണം, ഒന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങളുടെ ഒരു 10 രൂപയുടെ നോട്ട് ബുക്ക്, ഒരു 10 രൂപയുടെ പെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും. അത് കൊച്ചോസ് ചിറ്റിലപ്പള്ളി പറയുന്ന മഹാനായ മനുഷ്യൻ പറഞ്ഞ കാര്യമാണ്, ഞാൻ പറഞ്ഞ കാര്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ പറ്റി നിങ്ങൾ എഴുതുക, നിങ്ങളുടെ വീക്ക്നെസ് പറ്റി നിങ്ങൾ എഴുതുക. ആ വീക്ക്നെസ്സുകൾ പരമാവധി കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമം നടത്തുക. സ്ട്രെങ്ത്തിനെ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മതി. നിങ്ങൾ ആരോട് മത്സരിക്കേണ്ട. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളോട് കഴിഞ്ഞ കാലത്തിനെ പറ്റിയും ഈ പറയുന്ന കാലഘട്ടവും ഇനി വരാൻ പോകുന്ന കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മത്സര ബുദ്ധി നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. ഇതാണ് ഞാൻ പഠിച്ചത്. ഞാൻ ആരോട് മത്സരിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിനകത്ത് വിജയിക്കണമെങ്കിൽ ഞാൻ എന്നോട് മത്സരിക്കണം എന്നുള്ള ചിന്ത എപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്, ഒരുപാട് അഡ്വാൻസ് ചെയ്യാറുണ്ട്. എന്നെ എന്ന് കണ്ട ആൾക്കാർ നാളെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം എൻ്റെ ട്രെയിനിങ്ങിൽ വന്നിട്ടുണ്ടാവും. അത്രയും ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ട്രെങ്ത്തിനെ ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കുക. എനിക്ക് റീറ്റെയിലിംഗ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റുന്നത്. ആ റീറ്റെയിലിങ്ങിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് ആളുകളെ കൊണ്ടുവരാൻ ബിസിനസ്സിൻ്റെ അകത്ത് പറ്റുന്നില്ല, അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ആളുകളെ കൊണ്ടുവരാൻ ആവശ്യമായ രീതിയിലുള്ള ഇൻവിറ്റേഷനെ പറ്റിയും അതേമാതിരി 1-to-1 പ്രസൻറ്റേഷനെ പറ്റിയും പ്രോഡക്റ്റിനെ പറ്റി ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പോ കാര്യങ്ങളോ നിങ്ങളുടെ ടീമിനകത്ത് ലീഡർമാരോട് സംഘടിപ്പിച്ചിട്ട് അതിന് ഇരുന്ന് കൊടുക്കുക, കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് പഠിക്കുക. ക്ലിയർ ആയോ? അപ്പോൾ അണ്ടർസ്റ്റാൻഡ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അതാണ് ബിസിനസ്സിനകത്ത് വിജയിക്കാൻ ആവശ്യമായ കാര്യം. ഇതാണ് ഞാൻ പറയുന്ന വർക്ക്. ക്ലിയർ ആയോ? എനർജി കിട്ടിക്കഴിഞ്ഞാൽ, ആത്മവിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ, കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വർക്കിലേക്ക് മാറ്റേണ്ടത് ഈ പറയുന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓക്കെ. നെക്സ്റ്റ്, യുവർ നീഡ് ആൻഡ് ഡ്രീം എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ്? ഈ ബിസിനസ്സിൻ്റെ അകത്ത് ഇന്ന് എന്നെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളെ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂരിഭാഗം ആളുകൾ ഞാൻ കാണുന്ന സമയത്ത് എല്ലാവരും മിടുക്കന്മാരാണ്,
നല്ല പ്രസന്നതയായ മുഖമുണ്ട്. രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് ചില ആളുകൾ കുളിച്ചിട്ടുണ്ട്, ചില ആൾ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. ആളുകളൊക്കെ നല്ല ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങേണ്ട ഒരു ഇതൊക്കെ ഉണ്ട്. ഉറക്കച്ചടവൊക്കെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാ ആളുകൾക്കും ഒരു പ്ലസന്റ് മൈൻഡൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ആവശ്യങ്ങൾ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ട്. അതേപോലെ തന്നെ രാവിലെ ഇപ്പോൾ നിങ്ങളിത് കഴിഞ്ഞാൽ ചില ആളുകൾ കട്ടൻ ചായ കുടിച്ചിട്ടുണ്ട്. ചിലത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ രാവിലെ കഴിക്കും, ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കും, രാത്രിയിലത്തെ ഡിന്നർ കഴിക്കും. അതേപോലെ നല്ല ഡ്രസ്സ് നിങ്ങൾക്കുണ്ട്, അതേപോലെ നല്ല വീട് നിങ്ങൾക്കുണ്ട്. ചില ആളുകൾക്ക് മാത്രമേ ചെറിയ കടബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾക്കൊന്നും ദാരിദ്ര്യം ഒരാളെയും മുഖത്ത് ഞാൻ കാണുന്നില്ല. ക്ലിയർ ആയോ? ദാരിദ്ര്യം നിങ്ങളെ മുഖത്തൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ വിചാരിച്ച എങ്ങനെയാണ്, എനിക്ക് എൻ്റെ അച്ഛൻ അധ്യാപകനാണ്. അധ്യാപകനായ പിന്നെ ഒരു ആളുടെ മകനായി ജനിച്ചത് കൊണ്ട് ദാരിദ്ര്യം എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. രാവിലെ ഉച്ചയ്ക്കും രാത്രിയും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും ഒക്കെ കിട്ടുന്നുണ്ട്. അതേമാതിരി സഞ്ചരിക്കാനുള്ള ചെറിയൊരു സ്പ്ലെൻഡർ ബൈക്ക് അന്നുണ്ട്. അതേപോലെ തന്നെ കിടന്നുറങ്ങാനുള്ള ഒരു 4 ഒരു ബെഡ്റൂം ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ, ഇനി നമുക്ക് ജോലി ഇല്ലെങ്കിലും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ അച്ഛൻ ഉണ്ടായി തരാറുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ മൈലേജ് മാർക്കറ്റിങ്ങിന് ഒരു മീറ്റിങ്ങിന് പോയിരുന്ന സമയത്ത് അവിടെ സൂട്ടിട്ട ആളുകൾ, അതേപോലെ തന്നെ ടൈ ഇട്ട ആളുകൾ, നല്ല ഡ്രസ് കോഡ് ധരിച്ച ആളുകൾ, കുറച്ചുകൂടി ഡിസിപ്ലിനോടുകൂടി ലൈഫിനെ സമീപിക്കുന്ന ആളുകൾ, അവരൊക്കെ വന്നത് സ്വന്തം കാറിലേക്കാണ്. പ്രീമിയം ക്ലാസ് കാറൊക്കെ ഞാൻ കണ്ടു. സത്യത്തിൽ അവിടെ ഇരുന്ന് ഇതൊക്കെ കേട്ടതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി, എവിടെയോ എനിക്കൊരു ദാരിദ്ര്യമുണ്ട് മനസ്സിലായി. ഈ ദാരിദ്ര്യം എന്താണെന്നറിയോ? നല്ല വീട് വെക്കാൻ പറ്റാത്തത്, നല്ല കാറ് വാങ്ങാൻ പറ്റാത്തത്, നല്ല രീതിയിൽ പിന്നെ ജീവിക്കാൻ പറ്റാത്ത, നല്ല യാത്രകൾ പോകാൻ പറ്റും, നല്ല ഹോട്ടലിൽ പോകാൻ പറ്റും, ഒരു തരത്തിൽ ദാരിദ്ര്യമാണ് എന്നെ പഠിപ്പിച്ച കമ്പനിയുടെ പേരാണ് മൈലേസ്റ്റർ മാർക്കറ്റിംഗ്. ആഗ്രഹമുള്ളത് വാങ്ങലാണ് ജീവിതം, കിട്ടുന്നത് വാങ്ങലല്ല ജീവിതം. ആഗ്രഹമുള്ളത് വാങ്ങലാണ് ജീവിതം, കിട്ടുന്നത് വാങ്ങലല്ല ജീവിതം. ഭൂരിഭാഗം ആളുകളും നമ്മൾ കിട്ടിയതേ വാങ്ങിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഒരു 350 രൂപ, ഞാനിപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് ബീച്ചിൽ പിന്നെ അവിടെ ഒരു ഷെഫ് പിള്ളേൻ്റെ ഒരു ഹോട്ടലുണ്ട് പുതിയതായിട്ട് വന്നത്. നിങ്ങളെല്ലാവരും എപ്പോഴെങ്കിലും ഒന്ന് പോകണം. അവിടെ ഫിഷ് നിർമ്മാണ എന്ന് പറയുന്ന ഒരു കറിയുണ്ട്. എപ്പോഴും ഈ യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനത് പോയി കഴിച്ചു. 350 രൂപ, 400 രൂപ, 450 രൂപയാണ് എൻ്റെ പൈസ. എന്ത് ടേസ്റ്റാണെന്നറിയോ? 450 രൂപ ഒരു ഫിഷ് കറി ഞാൻ കഴിച്ചു. ഒരു പൊറോട്ട കഴിച്ചു. ഞങ്ങൾ 3 ആൾക്കാർ കഴിച്ച ബില്ല് 1400 രൂപയാണ്. ഇതൊന്നും മൈലേജ് മാർക്കറ്റിൽ വന്നില്ല, ഞാൻ പോവുകയില്ല. ആഗ്രഹിച്ചത് കൊണ്ട് നമ്മൾ അത് ചെയ്തു. ക്ലിയർ ആയോ? അപ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു ഫുഡ് മെനു നമ്മൾ വിചാരിച്ചത് ഒരു 150 രൂപയ്ക്ക് കിട്ടുന്നതാണ്. പക്ഷേ അതിൻ്റെ മെനു നോക്കുന്ന സമയത്ത് 400 രൂപ. അതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഒരു ഷർട്ട് വാങ്ങാൻ പോയ സമയത്ത് ഷർട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. ആ ഷർട്ട് നോക്കുന്ന സമയത്ത് 2000 രൂപ. നമ്മൾ വിചാരിച്ചത് ഒരു 850 രൂപയ്ക്ക് കിട്ടുന്ന. അതുകൊണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. അതേപോലെ വലിയ ഹോട്ടലാണെങ്കിലും, നല്ല കാറാണെങ്കിലും, നമ്മളെ മൊബൈൽ ഫോൺ ആണെങ്കിലും, നല്ല സാരി ആണെങ്കിലും, നല്ല ഷർട്ടാണെങ്കിലും, ചെരുപ്പാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടില്ലേ? അതെന്തുകൊണ്ടാണ്? ആഗ്രഹിച്ച് നമുക്ക് വാങ്ങാൻ പറ്റുന്നില്ല. അതിനുള്ള കാരണം എന്താണ്? നമുക്ക് കാര്യമായ രീതിയിലുള്ള ഒരു പിന്നെ ഫിനാൻഷ്യൽ സെറ്റപ്പിലേക്ക് നമ്മൾ പോയില്ല. അതുകൊണ്ട് ആഗ്രഹമുള്ളത് വാങ്ങലാണ് ജീവിതം, കിട്ടുന്നത് വാങ്ങലല്ല ജീവിതം. അതുകൊണ്ട് കിട്ടുന്നത് വാങ്ങിയിട്ടാണ് നമ്മൾ ഭൂരിഭാഗം അഡ്ജസ്റ്റ് ചെയ്തത്. ഞാനിതൊരു മീറ്റിംഗ് പറഞ്ഞ സമയത്ത് ഒരാൾ എഴുന്നേറ്റ് എന്നോട് പറഞ്ഞത്, സാറേ ആഗ്രഹമുള്ളത് വാങ്ങലാണ് ജീവിതം, കിട്ടുന്നത് വാങ്ങലല്ല ജീവിതം. അപ്പൊ അയാളോട് പറഞ്ഞത്, സാറേ ഞാൻ ആഗ്രഹിച്ച ഭാര്യനല്ല കല്യാണം കഴിച്ചത്, കിട്ടിയ ഭാര്യനാണ് കല്യാണം കഴിച്ചത്. അയാളെ ചിന്ത പോയത് നിങ്ങൾ നോക്കണം. ഹലോ, അപ്പൊ ഞാൻ ഭാര്യനെ മാറ്റാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. ഉള്ള ഭാര്യയ്ക്ക്, ഉള്ള കുട്ടികൾക്ക് നല്ല സന്തോഷവും സമാധാനവും കൊടുക്കാൻ ഈ മൈലേസ്റ്റർ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കരിയറിനെ നിങ്ങൾ ഏറ്റവും നന്നാക്കണം ഞാൻ പറഞ്ഞത്. ക്ലിയർ ആയോ? അതുകൊണ്ട് തന്നെ നമ്മളുടെ ആവശ്യങ്ങളെ, നമ്മളെ സ്വപ്നങ്ങളെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തി അതിനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്ട്രെങ്ത്തിനെ കാണാനും പറ്റുകയാണെങ്കിൽ, നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഡ്രീമിനെ നിങ്ങൾക്ക് സ്ട്രോങ് ആക്കാൻ പറ്റൂ. നിങ്ങൾ മനസ്സിലാക്കണം. വീക്ക്നെസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ഡ്രീം, എന്താവശ്യം? ക്ലിയർ ആയോ? നിങ്ങൾക്ക് പറ്റുന്ന മിസ്റ്റേക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 100% എഫേർട്ട് ഇടണം. എവിടെയാണോ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുള്ളത്, അവിടെ 100% എഫേർട്ട് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കണം. 100% എഫേർട്ട് ഇല്ലാത്ത റിസൾട്ട് ഉണ്ടാവൂല. ക്ലിയർ ആയോ? വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാൽ ജീവിതത്തിൽ രക്ഷപ്പെടൂല. ഞാൻ നിങ്ങൾക്ക് നാട്ടിലുള്ള ഒരു അബുസലീം എന്ന് പറയുന്ന ഒരു സിനിമാ നടനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം കൽപ്പറ്റ SI ആയിരുന്നു. ആ കൽപ്പറ്റ SI ആയ അബുസലീമിനെ ഒരു ദിവസം അമ്മയുടെ മീറ്റിംഗിൽ വെച്ചിട്ട്, മലയാളം അസോസിയേഷൻ ഓഫ് അതുണ്ടല്ലോ, അമ്മ എന്ന് പറയുന്ന സംഘടന, നമ്മളുടെ സിനിമാ നടന്മാരെ. അപ്പൊ അതിന്റെ മീറ്റിംഗിൽ വെച്ചിട്ട് കാവ്യ മാധവൻ എന്ന് പറയുന്ന സിനിമാ നടി അവരുടെ ഈ പറയുന്ന അബൂഖാനെ കാണുക, അബുസലീമിനെ കാണുക. അബുസലീം എന്ന് പറയുന്നത് മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ കേരളയ്ക്കായ ഒരാളാണ്, നല്ല ബോഡിയാണ്. അപ്പൊ കണ്ട സമയത്ത് കാവ്യ മാധവൻ ചോദിച്ചാണ്, പിന്നെ അബൂക്ക എനിക്ക് തടി മെലിയണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അബൂക്ക നേരിട്ട് പിന്നെ ഒരു 10 പുഷപ്പ്, ആ പുഷപ്പ് ചെയ്ത ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ നിന്ന് നല്ല വേർപ്പും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ കാവ്യ മാധവന്റെ മുഖത്ത് നോക്കി അബൂക്ക പറഞ്ഞത് എങ്ങനെയാണ്, വേർപ്പ് നിലത്തുറ്റിയാൽ തടി മെലിയും, അതേപോലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ മൈലേജ് മാർക്കറ്റ് രക്ഷപ്പെടും.
ക്ലിയർ ആയോ? അതുകൊണ്ട് എഫേർട്ട് ഇല്ലാതെ, അധ്വാനമില്ലാതെ ആരെങ്കിലും ഇതിനകത്ത് വിജയിക്കാൻ പറ്റൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് ഞാൻ സഹതപിക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ ആയോ? അതുകൊണ്ട് 100% എഫേർട്ടിനെ പറ്റി മാത്രം ചിന്തിക്കാൻ പറ്റും. പ്രവർത്തിച്ച് തേഞ്ഞു പോയാൽ കുഴപ്പമില്ല. വെറുതെ ഇരുന്ന് തുരുമ്പെടുക്കരുത്. അതുകൊണ്ട് മൈലേജ് മാർക്കറ്റിന് ഡിസ്ട്രിബ്യൂട്ടറായ ആളുകൾ പ്രവൃത്തിയിലാണ് ഏറ്റവും കൂടുതൽ സ്വാധീനങ്ങൾ കൊണ്ടുവരേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് വരും. ഓക്കെ, അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങളിതൊക്കെ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചോളൂ. ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. നിങ്ങൾ മൈലേജ് മാർക്കറ്റിംഗ് ഒരു ITC ആവും. ഒരു മാസം 5-8 ലക്ഷം രൂപ വരുമാനം കിട്ടും. അതുകൊണ്ട് നല്ല ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ എല്ലാവരും സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നെക്സ്റ്റ്, ഈ ബിസിനസ്സിനകത്ത് എല്ലാവർക്കും പറ്റുന്ന പാഠം എന്താണെന്ന് അറിയാമോ? എല്ലാവരും എനർജി ഉണ്ടാക്കിയ ശേഷം ഒരു ട്രെയിനിങ്ങോ 2 ട്രെയിനിങ്ങോ ഒക്കെ അറ്റൻഡ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? മെല്ലെ വർക്കിലേക്ക് പോകും. ആ വർക്കിലേക്ക് പോകുന്നതനുസരിച്ച് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. കാരണം എന്താണ്? ടീം, നമ്മൾ പുറത്തുള്ള ആളുകൾ, ഔട്ട്സൈഡ്സ് ആളുകളൊക്കെ നെഗറ്റീവാണ്. ഈ ബിസിനസ് പറ്റി മണി ചെയിനാണ്, തട്ടിപ്പാണ്, വെട്ടിപ്പാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ ഇടയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവരെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു പവർ നമുക്ക് വേണ്ടേ? അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഇരിക്കും. നമ്മൾ നോക്കൂ, ഒരു എനർജി ഇല്ലാത്ത ഒരാളാണ് നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ ബന്ധു, നെഗറ്റീവായ മൈൻഡുള്ള ആള്. നിങ്ങൾ 100% ചാർജോട് കൂടി പോകുന്ന ആളാണ്. അപ്പൊ നിങ്ങളെ ചാർജ് ഒട്ടും കുറയാനും പാടില്ല. അതേ സമയത്ത് തന്നെ നമ്മളെ ഡിസ്ട്രിബ്യൂട്ടറായ ക്ലയന്റ് ആളുകളെ നമ്മൾ ചാർജ് ആക്കുകയും ചെയ്യണം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പകരം നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഒരാളെടുത്ത് പോയി സംസാരിച്ചു കഴിഞ്ഞാൽ, അയാളായിട്ട് സംസാരിച്ച് 10 മിനിറ്റ് കഴിഞ്ഞാൽ അയാൾ കംപ്ലീറ്റ് പോസിറ്റീവ് ആവും, നമ്മൾ കംപ്ലീറ്റ് നെഗറ്റീവ് ആവും. ഹലോ, ക്ലിയർ ആയോ? അതുകൊണ്ട് ഒറ്റയാളെ കണ്ടു കഴിഞ്ഞാൽ, അമ്മാവന്റെ മകനെയോ അളിയനെയോ ആങ്ങളേനെയോ കൂടെ പഠിപ്പിച്ച മാഷോ കണ്ടു കഴിഞ്ഞാൽ ബിസിനസ് നിർത്തിപ്പോയ ആൾക്കാർ, എനിക്ക് ഒരുപാട് ആൾക്കാരെ അറിയാം. ഇതെന്തുകൊണ്ടാ? ഞാൻ നേരത്തെ പറഞ്ഞുള്ള അടിസ്ഥാനപരമായ ഒരു വിശ്വാസം അവർക്കില്ല, അറിവില്ല. വെറുതെ ഇമോഷണലി മൈലേജ് മാർക്കറ്റ് ലക്ഷങ്ങൾ കിട്ടും, കോടികൾ കിട്ടും, കാറുകൾ കിട്ടും എന്ന് വിചാരിച്ചിട്ട് മൈലേജ് മാർക്കറ്റിൽ വന്നിട്ട് ഈ ബിസിനസ്സിനകത്ത് അപ്ഡേഷൻ നടത്താത്തതിന്റെ ഭാഗമായി സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എനർജി കുറയാതിരിക്കണം. കൂടെ വരുന്നവനെ എനർജി മോഡിലേക്ക് നിരന്തരമായി കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അത് ഒരിക്കലും മറന്നു പോകാതിരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഈ മൈലേജ് മാർക്കറ്റിംഗ് ശൈലേഷ് ബാലൻ എന്ന് പറഞ്ഞ ഞാൻ ഈ അടിസ്ഥാനപരമായ കാര്യത്തിനകത്ത് മാറ്റം വരുത്തി. അങ്ങനെ 2015 എന്ന് പറയുന്ന വർഷത്തിൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. തുടക്കത്തിലേ കഷ്ടപ്പാടാണ്. കാരണം അന്ന് 2015-18 കാലഘട്ടത്തിലൊക്കെ ഒരു PUC ഇല്ല, ഒരു പ്രൊഡക്റ്റും ഇല്ല, ഒരു ഓഫീസും ഇല്ല, ഒന്നുമില്ല. മംഗലാപുരത്ത് പുലർച്ചെ 4 മണിക്ക് ട്രെയിൻ കയറി പോയി കഴിഞ്ഞാൽ അവിടെ ഏതാണ്ട് ഒരു 10 മണിയോടുകൂടി എത്തും. എന്നിട്ട് അവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി നാട്ടിൽ കൊണ്ടുവരണം. ഒരു 5000 രൂപേന്റെ പ്രൊഡക്റ്റ് എടുക്കാൻ ഞങ്ങൾ 3 പേര് പോയിട്ടുണ്ട് തുടക്കത്തിൽ. പിന്നെ ഒരു 2 ലക്ഷം രൂപേന്റെ പ്രൊഡക്റ്റ് എടുക്കാൻ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. എത്രമാത്രം റിസ്ക് ഉണ്ടാവും. ഒരു പോട്ടറുടെ പണി അവിടെ ഒരു പോട്ടർ നിൽക്കുന്നുണ്ട്. ഒരു പോട്ടർ, ഈ നിൽക്കുന്ന ആൾ പോട്ടറാണ്. ക്ലിയർ ആയോ? ആ പോട്ടർ എടുക്കേണ്ട പണി അടക്കം ഞാൻ അന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കിയേ. അപ്പൊ അത്രയേറെ ഒരു മാറ്റങ്ങൾ മൈലേജ് മാർക്കറ്റിംഗിൽ തുടക്കത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ഇത്രയേറെ നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഷ്ടപ്പാടുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിട്ടും നമ്മൾ ഒരു തരി നമ്മളെ ഉള്ളിലുള്ള ആത്മവിശ്വാസം അല്ലെങ്കിൽ എനർജി നഷ്ടപ്പെട്ടു പോകാതെ ഈ കഷ്ടപ്പാടിലും പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിച്ചതാണ് ശൈലേഷ് ബാലനെ ഒരു സീലിംഗ് അച്ചീവറാക്കി മാറ്റിയത്. ഓക്കെ, ആളുകൾ കല്ലെറിഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ കൂക്കി വിളിച്ചിട്ടുണ്ട്, നിനക്കൊന്നും ഒരു പണിയില്ലേ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ കല്ലുകളൊക്കെ നമ്മൾ പെറുക്കി വെച്ചിട്ട് ഒരു സാമ്രാജ്യം നമ്മൾ പണിഞ്ഞിട്ടുണ്ട്. ആ സാമ്രാജ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്പ്ലെൻഡർ ബൈക്കിൽ നിന്ന് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വന്ന് ശൈലേഷ് ബാൽ എന്ന് പറയുന്ന എൻ്റെ ലൈഫിലേക്ക് ഒരു ഹുണ്ടായി വർണ എന്ന് പറയുന്ന ഒരു കാറ് ആദ്യമായിട്ട് 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് വന്നു. അന്ന് ഞാൻ ഭ്രമരം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ സ്റ്റേജിൻ്റെ മുകളിൽ കയറുന്ന സമയത്ത് ഞാനൊരു സീലിംഗ് അച്ചീവറാണ്, നാഷണൽ ടീം കോർഡിനേറ്റർ ആണ്. അതേപോലെ തന്നെ ഈ ബിസിനസ്സിൻ്റെ അകത്ത് ഒരു കാർ അച്ചീവറായിട്ടും ഞാനന്ന് മാറി. അത്രയേറെ ഒരു മാറ്റം 2 വർഷക്കാലം കൊണ്ട് മൈലേജ് മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 10-30 വർഷക്കാലം കഷ്ടപ്പെട്ട് അധ്വാനിച്ചും ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരുപാട് ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? പക്ഷേ 2 കൊല്ലം 30 കൊല്ലത്തെ അധ്വാനം ചെയ്തിട്ട് രക്ഷപ്പെട്ട എത്ര പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? അതിൽ ഒരാളായി ശൈലേഷ് ബാലൻ മാറാൻ പറ്റിയില്ലേ? അത് തന്നെയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഈ ബിസിനസ്സിനകത്ത് ആഴ്ചയിൽ 2,10,000 രൂപ ഈ ബിസിനസ്സിൽ ഞാൻ വരുമാനം വാങ്ങിച്ചു. നോക്കിയാട്ടെ. ഓക്കെ, ഇത്രയേറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇതായിരുന്നു എൻ്റെ വീട്. ഈ വീടെന്ന് പറഞ്ഞാൽ ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ ദാരിദ്ര്യം എൻ്റെ വീട്ടിലില്ല. പക്ഷേ നന്നായി ജീവിക്കാനുള്ള ദാരിദ്ര്യമുണ്ട്. ലിവിങ് ഈസ് ഈസി, ബെറ്റർ ലിവിങ് ഈസ് ഡിഫിക്കൽട്ട്. പോർച്ചില്ലാത്ത വീടാണ്, അപ്സ്റ്റെയർ ഇല്ലാത്ത വീടാണ്, ലോക്കലായ ടൈലുകളും കാര്യങ്ങളൊക്കെയാണ് വെച്ചത്. ഒരു കാറ് പോലും നിർത്തിയിടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ പോർച്ചില്ലാത്ത വീട്ടിൽ 3 കാറ് കയറ്റി തന്ന കമ്പനിയുടെ 4ാമത്തെ കാറ് കയറിയ കമ്പനിയുടെ പേരാണ് മൈലേജ് മാർക്കറ്റ്.
ക്ലിയറായി. ഇത്രയേറെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സാഹചര്യങ്ങളും നിങ്ങളുടെ സാഹചര്യങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം കറക്റ്റായിരുന്നു ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. എന്നെക്കാളും അനുകൂലമായ സാഹചര്യമുള്ള ആളുകളൊക്കെ ഇന്നത്തെ മൈലേജ് മാർക്കറ്റ് ഇന്നത്തെ മീറ്റിംഗ് കേൾക്കുന്നുണ്ടാവും. വലിയ കാറുള്ള, വലിയ വീടുള്ള, വലിയ വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകളൊക്കെ ഇന്നത്തെ മീറ്റിംഗ് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ഈ ബിസിനസ്സിനകത്ത് പറ്റി മനസ്സിലാക്കിയാൽ മതി. നിങ്ങളെക്കാട്ടും വലിയ യോഗ്യത ഒന്നും നമ്മൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. സാഹചര്യങ്ങൾ നിങ്ങളെ സൃഷ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ സാധാരണക്കാരനും, സാഹചര്യങ്ങൾ നിങ്ങളെ സൃഷ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ സാധാരണക്കാരനും. നിങ്ങൾക്ക് വേണ്ട സാഹചര്യങ്ങളെ നിങ്ങൾ സൃഷ്ടിച്ചാൽ നിങ്ങൾ വിജയിക്കും എന്നല്ലേ ലോകം നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ സാഹചര്യങ്ങൾ മാറ്റി പിടിച്ചാൽ പോരെ. ക്ലിയറായോ? അങ്ങനെ ഒരു 30 വർഷത്തെ പഴക്കമുള്ള ഈ വീടാണ്. ഈ വീട് നിന്ന് സ്വന്തം അധ്വാനം കൊണ്ട് ഞാനൊരു വീട്ടിലേക്ക് മാറി. ഏതാണ്ട് ഇത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് 1400 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഞാൻ ഒരു 3500 സ്ക്വയർ ഫീറ്റിലുള്ള വീട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. അത് അവിടെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു വലിയ ഒരു മാറ്റം നമ്മളുടെ പല ഹോട്ടലിൽ കണ്ടത്, അല്ലെങ്കിൽ പല പിന്നെ വലിയ വലിയ റിസോർട്ടിൽ കണ്ട എല്ലാ കാര്യങ്ങളും ഒരു പരിധി വരെ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അപ്സ്റ്റെയർ വർക്കൊക്കെ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ 2 കാറുകൾ. തുടക്കത്തിൽ ഞാൻ റിറ്റ്സ് കാറിലാണ് വന്നതെങ്കിൽ രണ്ടാമത്തത് വെർണയായി, മൂന്നാമത്തത് ഫോർച്യൂണറായി, നാലാമത്തെ കാർ ഇപ്പം നൈനി എന്ന് പറയുന്ന ഒരു 37 ലക്ഷം രൂപയുടെ ഒരു പ്രീമിയം ക്ലാസ് കാറിലാണ് ഇപ്പം ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2.5 ലക്ഷം, 2.5 കോടി, 3 കോടിയൊക്കെ ഉള്ള BMW, ബെൻസ് പോലെയുള്ള പല അഡ്വാൻസ്ഡ് ലെവലിലുള്ള പല കാറുകളുടെയും ഫീച്ചേഴ്സ് ഈ കാറിലുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുമോ എനിക്ക് അറിയില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ ഈ കാറ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തി നോക്കണം, അതല്ലെങ്കിൽ ഒന്ന് വാങ്ങണം, ഒന്ന് ഓടിക്കണം. ഇത്രയേറെ ലക്ഷറിയായ, ഇത്രയേറെ കംഫർട്ടായ ഒരു കാർ ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല, ഇത്രയും പൈസയ്ക്കുള്ള. അപ്പോൾ അത്രയേറെ ഒരു മഹത്തരമായ ലെവലിലേക്കുള്ള ജീവിത നിലവാരം മാറ്റാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ബിസിനസ് ഞാൻ ചെയ്യുന്ന സമയത്ത് ജീവിതത്തിൽ ഒന്നും ആവാതെ പോയ എന്നെപ്പറ്റി ഈ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിലായിരുന്നു വർക്ക് ചെയ്തത്. അവിടെ നിന്ന് ഒന്നും ആവാതെ പോയ എന്നെപ്പറ്റി മലയാള മനോരമ ആഴ്ചപ്പതിപ്പിലും മലയാള മനോരമ ഓൺലൈൻ പത്രത്തിലൊക്കെ ഫീച്ചർ വന്നു. ആ ഫീച്ചറിനകത്ത് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും, കോഴിക്കോട് ജില്ലയിലെ കാന്തർ സ്വദേശി, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, മാർക്കറ്റിൽ താല്പര്യമുണ്ടായി അതിലേക്ക് വന്നു. 3 മാസം കൊണ്ട് 20,000 രൂപ മാസം വരും. അങ്ങനെ സക്സസ് സ്റ്റോറി വന്നു. അപ്പം സ്റ്റാർ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു അടിസ്ഥാനപരമായ എൻ്റെ ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് 10-15,000 രൂപയായിരുന്നു. ഒരു 10,000 രൂപ 15,000 രൂപയ്ക്ക് ഉള്ളിലാണ് ഒരു ഇൻസെൻറ്റീവായിട്ട് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് നല്ല കമ്മീഷനായിട്ട് നമുക്ക് കിട്ടിയത്. അവിടെ നിന്ന് ഒരു 7 വർഷക്കാലം കഴിഞ്ഞ് 8ാമത്തെ വർഷത്തേക്ക് കടക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു 7 ലക്ഷം രൂപ എൻ്റെ ഹയസ്റ്റ് ഇൻകമായിട്ട് എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി ഞാനിത് കാണുകയാണ്. ഓക്കെ, അപ്പോൾ സാഹചര്യങ്ങൾ മാറ്റിപ്പിടിച്ച സമയത്ത് ലൈഫും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്നെനിക്ക് വളരെ അഭിമാനമുണ്ട്. ഈ മൈലേജ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇന്ന് എൻ്റെ പരിമിതികളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് എനിക്കിന്ന് വലിയൊരു ടീം ആന്ധ്രയിലുണ്ട്. അതായത് കേരളത്തിൻ്റെ ഒരു 3 ഇരട്ടി 5 ഇരട്ടി വലിയ ഒരു പൊട്ടൻഷ്യലുള്ള ഏരിയയുള്ള സ്ഥലമാണ് ആന്ധ്ര. ആന്ധ്രയിൽ നിന്ന് 2 സ്റ്റേറ്റായിട്ട് മാറിയിട്ടുണ്ട്, ആന്ധ്രയും തെലുങ്കാനയും. ഇപ്പോൾ ആന്ധ്രയിലും തെലുങ്കാനയിലും ഇപ്പോൾ എനിക്ക് നല്ലൊരു ടീമുണ്ട്. ഏതാണ്ട് ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ TC അപ്പോൾ ലീഡർമാരാണ്. ആ ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ ദിവസം ഏറാക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ തമിഴ്നാട് വെച്ചിട്ടുണ്ട്. അത് പങ്കെടുത്ത ആൾക്കാരാണ്. ഏതാണ്ട് ഒരു 100-120 ആൾക്കാരന്ന് അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ മാറ്റം, ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 15ലധികം പിന്നെ STC അപ്പോൾ ലീഡർമാർ അവിടെ ഉണ്ട്. ഒരു RTC STC ഉണ്ട്. ഇവിടെ ഞാൻ പോയി സംസാരിക്കുന്ന സമയത്ത് ഭാഷ എല്ലാ ബിസിനസ്സിനും എല്ലാ പ്രവൃത്തിക്കും ഒരു വലിയ എന്താ പറയുക ഒരു മാറ്റം ആണ്. ഭാഷ എന്ന് പറയുന്നത് ഒരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പക്ഷേ എനിക്ക് അവിടെ ഒരു ഭാഷ പോലും അറിയില്ല. ഞാൻ അവിടെ അന്തിരിക്കും നമസ്കാരം, ബാവുണ്ണാരാ, എല്ലാവർക്കും സുഖമാണോ എന്ന് പറയും. ചെപ്പണ്ടി, ഇതൊക്കെയാണ് ഞാൻ പറയും. ചെപ്പണ്ടി എന്ന് പറയുമ്പോൾ പറയൂ. ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയൂ, വേറെ ഒന്നും എനിക്ക് അറിയില്ല. പക്ഷേ അവിടെ നിന്ന് 12 കോടി രൂപയുടെ ബിസിനസ് കയറി. അപ്പം ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മൊത്തം ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുകൂലമായ ഒരു സാഹചര്യമാണ് നിങ്ങളെ കയ്യിൽ തന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യാം. ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു ദിവസം മീറ്റിംഗിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ മൊത്തം ഞാൻ ട്രാവൽ ചെയ്യാൻ പോവുകയാണ്, ഓൾ ഓവർ ഇന്ത്യ മൊത്തം. അപ്പോൾ ഞാൻ നൈനി എന്ന് പറയുന്ന കാറ് വാങ്ങിയോടുകൂടി, അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം. ആ കാശ്മീരിൽ നിന്നാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും എനിക്ക് ഞാൻ പോകും. ആ പോകുക എന്ന് പറഞ്ഞാൽ ഒരു വെറും യാത്രയല്ല, ഒരു ട്രാവലല്ല, ഒരു ടൂറ് പോകാൻ വേണ്ടിയല്ല. അവിടെയൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കോൺടാക്റ്റുകളും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓൾ ഓവർ ഇന്ത്യ മൊത്തം ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 5 വർഷക്കാലം കൊണ്ട് എവിടെയെങ്കിലും ഇന്ത്യ മൊത്തം എല്ലാ സംസ്ഥാനങ്ങളിലും ഒരാളുകളെങ്കിലും ഒരു റിക്രൂട്ട്മെൻറ്റ് വേണം എന്നുള്ള രീതിയിൽ ഒരു ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം ചെയ്തതൊന്നുമല്ല മൈലേജ് മാർക്കറ്റ്, ഇനി ചെയ്യാൻ പോകുന്നതാണ് മൈലേജ് മാർക്കറ്റ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്കും വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലേക്കും രാജ്യത്തകത്തും പുറത്തുമൊക്കെ ഈ മൈലേജ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക്കായ കാര്യങ്ങൾ എന്താണ് ബേസിക്, ഇതിനെപ്പറ്റി മാക്സിമം പഠിക്കുക, മാക്സിമം നിങ്ങളെ കഴിവും കപ്പാസിറ്റി ഉണ്ടാക്കുക, അതിനെ നിങ്ങൾ ഉപയോഗിക്കുക, ലീഡർഷിപ്പ് ഉണ്ടാക്കുക, കരുത്തുണ്ടാക്കുക, ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുക, സ്വന്തം കാലിൽ നിന്ന് ബിസിനസ് ചെയ്യുന്ന ആളുകളായി നിങ്ങൾ മാറുക. ഇത്തരം കാര്യത്തിനകത്ത് നിങ്ങൾ എത്രമാത്രം അഡ്വാൻസ്ഡ് ആവുന്നു അത്രമാത്രം നിങ്ങൾക്ക് ഒരു വലിയ ലോകം മുന്നിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ,
ഈ ബിസിനസ്സിനകത്ത് 2023-24 കാലഘട്ടത്തിൽ ഞാൻ അടച്ച ടാക്സ് ആണ് 2,96,000 രൂപേൻ്റെ അടുത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻകം ടാക്സ് ഞാൻ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു മാറ്റം ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പല ആളുകൾ ഈ ബിസിനസ് പറ്റി പറയുന്ന സമയത്ത് സാറേ പ്രോബ്ലം ശരിയാവുന്നില്ല. ഇതുതന്നെയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവും. അതിനുള്ള കാരണം എന്താണ്? നിങ്ങൾ ചെയ്ത് ഇതാണ്. നിങ്ങൾ ബിസിനസ്സാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റൂല. എനിക്ക് പറ്റൂല. നിങ്ങളോട് ആരാ പറഞ്ഞത് ബിസിനസ് ബിൽഡ് ചെയ്യാൻ? യു കാൺ ബിൽഡ് ദ ബിസിനസ്. നിങ്ങൾക്ക് ഒരിക്കലും ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ബിസിനസ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം ബിൽഡ് ചെയ്യുക. എന്താണെന്ന് അറിയോ? ബട്ട് യു ക്യാൻ ബിൽഡ് ദ ടീമിനെ ബിൽഡ് ചെയ്യും. നിങ്ങളെ കോൺടാക്ട് എടുക്കുക, ആളുകളെ കൊണ്ടുപോവുക, ആളുകളെ കൊണ്ടുവരിക. ക്ലിയർ ആയോ? എന്നിട്ട് അതിന് എഡ്യൂക്കേഷൻ സംവിധാനം കൊടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവിടെ എത്തിക്കുക. എന്ന് പറഞ്ഞാൽ മീറ്റിങ്ങിലേക്കും ട്രെയിനിങ്ങിലേക്കും പ്രോപ്പറായ ഇൻഫർമേഷൻ കൊടുക്കുക, മീറ്റിംഗ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, അറിവ് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലേ? ക്ലിയർ ആയോ? അപ്പോൾ ഇനി മുതൽ നിങ്ങളത് ചെയ്തു നോക്ക്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാവും. അതുകൊണ്ട് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പണിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളെ കുടുംബക്കാരെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളൊക്കെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുക. ആ സിസ്റ്റമാണ് നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടായി തരുന്നത്. നിങ്ങൾ സിസ്റ്റവും ചെയ്യൂല, സിസ്റ്റമായിട്ട് കണക്റ്റും ചെയ്യൂല, മീറ്റിങ്ങിലും വരൂല, ട്രെയിനിങ്ങിലും വരൂല, പിന്നെ എങ്ങനെ ബിസിനസ് ഉണ്ടാക്കാനാണ്? ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഒന്ന് മാറി ചിന്തിക്കൂ. നിരന്തരമായി ട്രെയിനിങ്ങിലും മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുക, ടീമിനെ മീറ്റിങ്ങിലും ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യിപ്പിക്കുക, പുതിയ കോൺടാക്റ്റുകൾ എടുക്കുക. ആ കോൺടാക്റ്റിന് എപ്പോഴും നിങ്ങൾ ഇതേപോലെ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുക, വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടേയിരിക്കുക, വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടേയിരിക്കുക. യു ക്യാൻ ബിൽഡ് ദ ബിസിനസ്. ഓക്കെ, ഒരിക്കലും മറന്നു പോകരുത്. ഓക്കെ. പിന്നെ ഈ ബിസിനസ് അത് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുമോ? ഒരിക്കലും നടക്കൂല. കാരണം എന്താണ്? ഇത് ഒരു പറ്റം ആളുകളെയും കൂടി കൂട്ടി ഉപയോഗിക്കേണ്ട ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിങ്ങൾ മറ്റുള്ള ആളുകളായിട്ട് കമ്പയർ ചെയ്ത കാര്യമില്ല. ഡോണ്ട് കമ്പയർ അതേഴ്സ്, ജസ്റ്റ് കമ്പയർ യുവർ സെൽഫ് എന്നാ പറയുക. മറ്റുള്ള ആളുകളായിട്ട് കമ്പയർ ചെയ്ത കാര്യമില്ല. ഞാൻ ശൈലേഷ് ബാലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. ആ വ്യക്തിയുടെ സ്ഥാനത്തേക്ക് കയറിയിരിക്കാനോ അല്ല ആ വ്യക്തി ആവാനോ ഒരാൾക്കും പറ്റൂല. ഞാനാവാനും പറ്റൂ, ബെല്ലി സാർ ആവാനും പറ്റൂ. ക്ലിയർ ആയോ? എല്ലാ ആളുകൾക്കും അതേപോലെ ഓരോ വ്യക്തി ആകാൻ മാത്രമേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ കംപ്ലൈൻറ്റ് പറയുന്ന ആളുകളിൽ നിന്ന് മാറി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡുള്ള ആളുകളെയും മാറുക. ഏറ്റവും കൂടുതൽ ആളുകൾ ക്യൂ നിൽക്കുന്ന ലൈനാണ് കംപ്ലൈൻറ്റ്. അപ്ലൈൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറയാൻ പോവുക, അല്ലെങ്കിൽ ഡൗൺലൈനിനെ പറ്റി അപ്ലൈൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറയുക, ഈ ബിസിനസ് പറ്റി കംപ്ലൈൻറ്റ് പറയുക. ഇതൊക്കെ പറയുന്ന ആളുകളായിട്ട് ആൾക്കാർ മാറാറുണ്ട്. അവിടെ നിന്ന് മാറി നന്ദിയുള്ളവൻ്റെ ക്യൂവിലേക്ക് നിൽക്കുക. നമുക്ക് കിട്ടിയ അവസരത്തിന് നന്ദി പറയുക, ഈ ആരോഗ്യത്തിന് നന്ദി പറയുക, ഈ സമ്പത്തിന് നന്ദി പറയുക, ഈ അവസരത്തിന് നന്ദി പറയുക. അങ്ങനെ നമ്മളുടെ പോരായ്മകൾ നമ്മൾ തിരുത്തി മറ്റുള്ള ആളുകൾ പറയുന്ന ആളുകളായി നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ വളർത്തിയവനാ നമുക്ക് എപ്പോഴും നന്ദിയോടുകൂടി സ്മരിക്കണം. ഈ അവസരം തന്നവനാ നമ്മൾ നന്ദിയോടുകൂടി സ്മരിക്കണം. ഈ നമുക്ക് നല്ല ഭക്ഷണം തരുന്നവനാ നന്ദിയോട് സ്മരിക്കണം. അങ്ങനെ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവനാണെങ്കിൽ നമുക്ക് സമ്പത്ത് വരും. നന്ദി ഇല്ലായ്മ നമുക്ക് ദാരിദ്ര്യം തരും. നന്ദി നമുക്ക് എന്ത് തരും? സമ്പത്ത് തരും. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും മുസ്ലിം സഹോദരന്മാരാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്ക് അറിയാലോ, ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്തു അല്ലെങ്കിൽ നിങ്ങൾ നോമ്പ് കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാറില്ലേ? മറ്റുള്ളവൻ്റെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും മനസ്സിലാക്കി, കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി, സക്കാത്ത് കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ബിസിനസ്സിനകത്ത് നമ്മൾ കൊണ്ടുവരണം. ഓക്കെ. കംപ്ലൈൻറ്റിൻ്റെ പട്ടികയിൽ നമ്മൾ മാറണം. ഓക്കെ. നെവർ പുട്ട് ദ കീ ഓഫ് യുവർ ഹാപ്പിനെസ് ഇൻ സംവൺ എൽസ് പോക്കറ്റ്. കാര്യം മനസ്സിലായില്ലേ? നിങ്ങളുടെ സന്തോഷത്തിൻ്റെ, നിങ്ങളുടെ സമാധാനത്തിൻ്റെ, നിങ്ങളുടെ ഏണിങ്സിൻ്റെ, നിങ്ങളുടെ സമ്പത്തിൻ്റെ താക്കോല് വേറെ ആരെയും കയ്യിലല്ല, അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് മനസ്സിലാക്കുക. ക്ലിയർ ആയോ? അതുകൊണ്ട് തന്നെ ഇതൊന്നും തിരഞ്ഞു നടക്കേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ, നിങ്ങളുടെ കഴിവിനെ വർദ്ധിപ്പിച്ചാൽ, നിങ്ങൾ അറിവിനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ താക്കോലും ഒരു കാലത്ത് പൂട്ട് തുറക്കും. നിങ്ങൾക്ക് അതിനകത്ത് വിജയിച്ച് കയറി നിങ്ങൾക്ക് നടക്കാനും പറ്റും. ക്ലിയർ ആയോ? അതുകൊണ്ട് കംപ്ലൈൻറ്റ് പട്ടികയിൽ നിന്ന് മാറുക, അവനവൻ്റെ പോരായ്മകളെ പറ്റി മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. എനിവേ, ഞാൻ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. ഏതാണ്ട് നമുക്കൊരു 10-15 മിനിറ്റ് പോയി. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് സംസാരിച്ചത്. ഓക്കെ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രതീക്ഷകളെ ഒരിക്കലും കൈവിടാതിരിക്കുക. കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുന്നില്ലെങ്കിൽ ക്വിറ്റ് ചെയ്യാതിരിക്കുക. മൈലേജ് മാർക്കറ്റിംഗ് വിജയിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ഒന്ന്, ഈ ബിസിനസ് ഒരിക്കലും അവസാനിപ്പിക്കാതിരിക്കുക, നിർത്താതിരിക്കുക, ഇറങ്ങിപ്പോകാതിരിക്കുക. ക്ലിയർ ആയോ? ഒരിക്കലും ഈ ബിസിനസ് നിർത്തില്ല എന്നുള്ള തീരുമാനം നിങ്ങളെ പകുതി വിജയിപ്പിച്ച വ്യക്തിയായിട്ട് മാറ്റി.
ക്ലിയർ ആയോ? സുന്ദരിയായ പാതി വിവാഹിതയായി എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ലേഡീസിനെ സംബന്ധിച്ച്, ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ സൗന്ദര്യവും സ്വഭാവവും ഏറ്റവും കൂടുതൽ അവളുടെ വിവാഹ ജീവിതത്തിനും അവരുടെ വലിയ കുടുംബത്തിനും സ്വാധീനിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് സുന്ദരിയായാൽ പാതി വിവാഹിതയായി. ആ സൗന്ദര്യം അവളുടെ പെരുമാറ്റത്തിൽ വരണം, അവളുടെ ആ പറയുന്ന സൗന്ദര്യത്തിലും വരണം എന്ന് പറയാറുണ്ട്. അതേപോലെ ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ പാതി വിജയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബിസിനസ് ഒരിക്കലും നിർത്താതിരിക്കുക എന്നുള്ളതാണ്. ഒരു വരുമാനം ഇല്ലെങ്കിൽ മീറ്റിങ്ങിൽ പോകണം. ഒരു വരുമാനം ഇല്ലെങ്കിൽ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരാൾ നിങ്ങൾ ബിസിനസ്സിനകത്തില്ല എന്ന് വിചാരിച്ചാലും നിങ്ങൾ ഈ ബിസിനസ് ഒരിക്കലും നിർത്താൻ പാടില്ല, നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കണം. ക്ലിയർ ആയോ? അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ എന്താ അറിയോ? പ്രവർത്തിച്ചു കൊണ്ട് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. വെറുതെ നിന്നൊരു കാര്യമില്ല. എന്നോട് ഒരു സുഹൃത്ത് ഒരു ദിവസം പറഞ്ഞു, സാറ് വിജയിച്ച ഒരാളാണല്ലോ. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളൊരു മാതൃകാപരമായ നിങ്ങളെ മാതൃകയായിട്ട് കണ്ടുകൊണ്ട് ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസമാണല്ലോ എന്നെ മാതൃകയാക്കണം എന്നുള്ളത്. ഓക്കെ, ഞാൻ അദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്തു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തു. എന്നും പിടിച്ചു നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ഒരു മാസം കാര്യമായ റിസൾട്ട് ഇല്ല, രണ്ടാമത്തെ മാസം റിസൾട്ട് ഇല്ല, മൂന്നാമത്തെ മാസം റിസൾട്ട് ഇല്ല. അങ്ങനെ ഒരു തവണ ഞാൻ കണ്ട സമയത്ത് ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എങ്ങനെ പോകുന്നു ബിസിനസ്സൊക്കെ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ കാര്യമായ ഒരു മാറ്റമൊന്നുമില്ല സാറേ, ഞാൻ ഫുൾ ടൈം കരിയറായിട്ട് കാര്യമായ മാറ്റമൊന്നുമില്ല, നേരത്തെ ഉണ്ടായിരുന്ന വരുമാനം പോലും ഇപ്പോൾ താഴോട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയൊരു സങ്കടമായി. കാരണം ഞാൻ കൊടുക്കുന്ന ഒരു നിർദ്ദേശത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ട്രെയിനിങ്ങിനനുസരിച്ച് അദ്ദേഹത്തിന് മാറ്റം വരുന്നില്ല. അത് എൻ്റെ കൂടി ഒരു മിസ്റ്റേക്ക് ആണല്ലോ. അതുകൊണ്ട് ഞാൻ അയാളോട് പറഞ്ഞു ഞാൻ വീട്ടിൽ വരാൻ തന്നു. അങ്ങനെ രാവിലെ ഒരു 10 മണിക്ക് ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് കാണുന്നത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള ഈ പറയുന്ന കോലായിലെ വരാന്തയിലുള്ള ഒരു വലിയൊരു തൂണുണ്ട്. ആ തൂണും പിടിച്ച് ഇദ്ദേഹം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഞാൻ കാണുന്നത്. കാരണം എന്താണ്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, പിടിച്ചു നിന്ന് പ്രവർത്തിച്ച മൈലേഷ് മാർഗം രക്ഷപ്പെട്ടു. ഇയാളെ പരിപാടി എന്താണ്? രാവിലെ കുളിച്ച് പുറപ്പെടുക, എന്നിട്ട് തൂണ് പിടിച്ച് വെക്കുക. ഹലോ, മൈലേജ് മാർക്കറ്റിംഗ് ആന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാതിരുന്നാൽ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റും? ഉമർ ഉസ്താദ് നിങ്ങൾ പറ. നിങ്ങളൊക്കെ എമ്മാരി ഓട്ടാ ഓടുന്നത്. അതുകൊണ്ട് മൈലേജ് മാർക്കറ്റിംഗ് പറയുന്ന ബിസിനസിന്റെ അകത്ത് ഈ പിടിച്ചു നിൽപ്പല്ല പറഞ്ഞത്. വീട് വിട്ടിറങ്ങി ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടുള്ള പിടിച്ചു നിൽപ്പ്. കാര്യങ്ങൾ റെഡിയാകുന്നില്ലെങ്കിൽ റെഡിയാക്കി എടുക്കണം എന്നുള്ള ഒരാത്മവിശ്വാസത്തോടു കൂടി പിടിച്ചു നിൽപ്പ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ട് കൂടുതൽ കാര്യമൊന്നും പറയാനില്ല. പ്രതീക്ഷകൾ എപ്പോഴും ഒരു മനുഷ്യനെ വിജയിപ്പിക്കാനും ജീവിതത്തിനകത്ത് മാറ്റം വരുത്താനും ഏറ്റവും കൂടുതൽ തയ്യാറാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു കഥയും കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക. നമ്മളെ വീട്ടിലൊക്കെ ചെറിയ കൊച്ചു കുട്ടികൾ ഉണ്ടാവാറുണ്ട്. ആ കുട്ടികളൊക്കെ എണ്ണി കളിക്കും, കണ്ണാരം പൊത്തി കളിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ എണ്ണി ആ എണ്ണിയ സമയത്ത് ആദ്യത്തെ ചെറിയൊരു ഒരു അനുജത്തിയും ഒരു ചേച്ചിയും കൂടിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എണ്ണിയ ഉടനെ തന്നെ ചേച്ചിയാണ് എണ്ണുന്നത്, അനുജത്തിയാണ് ഒളിക്കുന്നത്. അങ്ങനെ 10 വരെ എണ്ണിയ സമയത്ത് കണ്ണുറങ്ങുന്ന സമയത്ത് ചേച്ചിക്ക് അറിയാം ഈ അനുജത്തി കുട്ടി അധികം ദൂരമൊന്നും പോവില്ല, തൊട്ടടുത്ത് എവിടെയും ഉണ്ടാവും. അതുകൊണ്ട് ആ ആ പറയുന്ന തൂണിന്റെ അടുത്ത് നിന്ന് എന്നെ എങ്ങോട്ടും പോകാതെ നോക്കുന്ന സമയത്ത് കാർപോർച്ചിന്റെ അടുത്ത് നോക്കുമ്പോൾ ഒരു കുഞ്ഞുടുപ്പ് പുറത്ത് നിൽക്കുകയാണ്. കാരണം കുഞ്ഞു മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്ന പോലെ ആ കുട്ടി ഒളിച്ചിട്ടുണ്ട്, പക്ഷേ ഡ്രസ്സ് പുറത്തായി പോയി. പെട്ടെന്ന് കണ്ടുപിടിച്ച സമയത്ത് ആ കുഞ്ഞനുജത്തി തോറ്റു. പക്ഷെ ആ തോറ്റുപോയ കുഞ്ഞനുജത്തിക്ക് ഭയങ്കര നിരാശയായി. ആ നിരാശയായ കുഞ്ഞനുജത്തിയെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ചേച്ചി പറഞ്ഞു, ഞാൻ ഒന്നും കൂടി എണ്ണാം, മോളെ ഒളിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 1 2 3 4 5 6 7 8 9 10 എണ്ണിയ സമയത്ത് ഈ കുഞ്ഞനുജത്തിയെ നേരത്തെ ഒളിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തും കാണുന്നില്ല. അങ്ങനെ അകത്തേക്ക് മെല്ലെ കടന്ന സമയത്ത് അകത്തുള്ള ഒരു കൊട്ട, നമ്മളുടെ ഡ്രസ്സൊക്കെ അലക്കാനിട്ട ഒരു ചെറിയൊരു കൊട്ടയുണ്ട്. ആ കൊട്ടയ്ക്ക് അകത്തു നിന്ന് ഈ ചെറിയ കുഞ്ഞു മോള് ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് നോക്കുകയാണ് ചേച്ചി ഉണ്ടോ എന്ന്. ആ സമയത്തും പിടിക്കപ്പെട്ടു. ഓക്കെ, അപ്പൊ മൂന്നാമതായി ഈ കുഞ്ഞനുജത്തിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വീണ്ടും എണ്ണി 1 2 3 4 5 6 7 8 9 10 എണ്ണി സമയത്ത് ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും സെർച്ച് ചെയ്തിട്ടും ഈ ചേച്ചിക്ക് അനുജത്തിയെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ചേച്ചിക്ക് ഭയമായി. കാരണം എവിടെയോ പോയി ഒളിച്ചിട്ട് എന്തേ അപകടം പറ്റിയിട്ടുണ്ടോ എന്നുള്ള ചിന്ത വരാൻ തുടങ്ങി. അങ്ങനെ മെല്ലെ ആ വീട്ടിന്റെ ആരും പോകാത്ത ഒരു ഇരുട്ടറയുണ്ട്. ആ ഇരുട്ടറ ആരും പോകാറില്ല, അത് അടച്ചിട്ടതാണ്. അതൊരു ഭയങ്കരമായ എന്താ പറയുക, പേടിപ്പെടുത്തുന്ന ഒരു റൂം പോലെയാണ്. ആ റൂമിന്റെ അകത്തേക്കാണ് ഈ കുട്ടി തള്ളിപ്പോയിട്ട് ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒളിച്ചിരുന്ന കുഞ്ഞനുജത്തി ആകെ പേടിച്ചരണ്ട് ഉറക്ക നിലവിളിക്കണം എന്നുള്ള തോന്നലുണ്ട്. പക്ഷേ 2 തവണ തോറ്റ ആ കുട്ടിക്ക് 3-ാം തവണ തോൽക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കരച്ചിൽ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന ആ കുട്ടി അവിടെ നിന്ന് പേടിച്ച് ഭയത്തോടു കൂടി ഇരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് അവിടെ ആ റൂമിന്റെ ഒരു മൂലയിൽ ഒരു മെഴുകുതിരി കണ്ടു. ആ മെഴുകുതിരി അടുത്തേക്ക് കുട്ടി പോയ സമയത്ത് അതൊരു മെഴുകുതിരിയല്ല, 3 മെഴുകുതിരിയാന്ന് കുട്ടിക്ക് മനസ്സിലായി. അതിൽ നടുക്കിരിക്കുന്ന മെഴുകുതിരി ലവിന്റെ, സ്നേഹത്തിന്റെ പ്രതീകമായ ഒരു മെഴുകുതിരിയായിരുന്നു. കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ആ മെഴുകുതിരി
ആ സമയത്ത് കുട്ടിയുമായിട്ട് സംസാരിച്ച സമയത്ത് പരസ്പരം അവർക്ക് ഒരു ഇഷ്ടവും ഒരു വലിയ ഒരു താല്പര്യമൊക്കെ തോന്നി. അങ്ങനെ ലവ് എന്ന് പറയുന്ന മെഴുകുതിരി ഏതാണ്ട് 10 മിനിറ്റിന് ശേഷം കുട്ടിയോട് പറഞ്ഞു, ഈ ലോകത്ത് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, സ്നേഹനഷ്ടം മാത്രമേ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ എത്രയോ ദിവസമായി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആ ലവിൻ്റെ മെഴുകുതിരി സ്വയം കെട്ടുപോയി. ആ ലവിൻ്റെ മെഴുകുതിരി കെട്ടുപോയതോടുകൂടി തൊട്ടടിക്കുന്ന ഫെയ്ത്ത് എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ മെഴുകുതിരിക്ക് ഏറ്റവും കൂടുതൽ പ്രേരണ തന്നത്, ജീവിക്കാനുള്ള ആത്മവിശ്വാസം തന്നത് സ്നേഹം എൻ്റെ തൊട്ടടുത്തുണ്ടല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടായിരുന്നു. പക്ഷേ സ്നേഹം നഷ്ടപ്പെട്ടത് ആ പറയുന്ന സമയത്ത് വിശ്വാസത്തിൻ്റെ മെഴുകുതിരി പറഞ്ഞു, ഈ സ്നേഹമില്ലാത്ത ലോകത്ത് ഈ വിശ്വാസത്തിന് ഒരു പ്രസക്തിയില്ല എന്ന് പറഞ്ഞ് ആ വിശ്വാസത്തിൻ്റെ മെഴുകുതിരിയും കെട്ടുപോയി. മൂന്നാമത് എഴുതിയിരിക്കുന്ന ഹോപ്പ് എന്ന് പറയുന്ന മെഴുകുതിരിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട രണ്ട് മെഴുകുതിരി കെട്ടുപോയതോട് കുട്ടി വാവിട്ട് കരയാൻ തുടങ്ങി. ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട ഉടൻ തന്നെ ആ ഹോപ്പിൻ്റെ പ്രതീക്ഷയുടെ മെഴുകുതിരി കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു, കുട്ടി കരയല്ലേ, നീ എന്നെ എടുക്കൂ. എന്നിട്ട് നേരത്തെ നിനക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മെഴുകുതിരി ഉണ്ടല്ലോ, കെട്ടുപോയ രണ്ട് മെഴുകുതിരി ഉണ്ടല്ലോ, ആ മെഴുകുതിരി കത്തിക്കുന്നു പറഞ്ഞു. ആ കുട്ടിയുടെ കയ്യിൽ ആ ഹോപ്പിൻ്റെ പ്രതീക്ഷയുടെ മെഴുകുതിരി ആ പറയുന്ന മെഴുകുതിരി എടുത്ത് ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോയ ആ ലവിൻ്റെ മെഴുകുതിരിയെയും അതേപോലെ തന്നെ ഫെയ്ത്ത് വിശ്വാസത്തിന്റെ മെഴുകുതിരിയെയും ആ കുട്ടി കത്തിച്ച് തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് കഥ. ഹലോ, ലോകത്ത് നിങ്ങൾക്ക് സ്നേഹം നഷ്ടപ്പെട്ടാലും വിശ്വാസം നഷ്ടപ്പെട്ടാലും ഒരു തരി പ്രതീക്ഷയെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്ത് എന്തും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ കഥയിലൂടെ ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിൻ്റെ അകത്ത് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിൻ ഡിപ്ലോമ കഴിഞ്ഞ്, ഗ്രാഫിക് ഡിസൈനിങ് കഴിഞ്ഞ്, ഇല്ലുസ്ട്രേറ്റർ, മൾട്ടിമീഡിയ, ഓട്ടോകാഡ് കഴിഞ്ഞ് ജീവിതത്തിൽ പലതും നേടണമെന്ന് ആഗ്രഹിച്ച് ശൈലേഷ് ബാലൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ഇരുണ്ട ദിവസങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്കൊരു പ്രതീക്ഷ തന്ന് മൈലേസ്റ്റർ മാർക്കറ്റിംഗിൽ കോടീശ്വരനാക്കിയ കമ്പനിയുടെ പേരാണ് മൈലേസ്റ്റർ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഓപ്പർച്യൂണിറ്റി. ക്ലിയർ ആയോ? ഓക്കെ. ഇതേപോലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ, ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ, സമ്പത്ത് നഷ്ടപ്പെട്ടു പോയ, ഒന്നും ആവാതെ പോയ ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു പ്രതീക്ഷ കൊടുത്ത ഈ ഓപ്പർച്യൂണിറ്റി കൂടെയാണ് ഇന്ന് നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ വിജയിച്ച ഈ ഒരു വിജയതന്ത്രം, ഇതൊരു സക്സസ് ട്രാക്ക് നിങ്ങളെയും വിജയിപ്പിക്കാൻ കരുത്തുള്ളതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. അതുകൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് പ്രവർത്തിക്കുക. നിങ്ങളുടെ വീക്ക്നെസ്സിനെ നിങ്ങൾ കണ്ടെത്തുക, സ്ട്രെങ്ത്തിനെ നിങ്ങൾ ഏറ്റവും നന്നാക്കുക. എനിവേ, ഇന്നത്തെ മീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ മാറ്റത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് ഈ മീറ്റിംഗ് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കട്ടെ.